നേതൃത്വം ശംസുലുലമയുടെ വിയോഗം നമ്മെ അറിയിക്കാതെ വളരെ സത്യസന്ധമായ നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ എല്ലാ നിലക്കും മാതൃകയായി നമുക്ക് സേവനമർപ്പിച്ചു, മാതൃകപരമായ ജീവിതം നയിച്ചു, സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം നയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് എങ്ങനെ പിടിക്കുകയാണ്, ഇൽമിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റടിക്ക് പിടിക്കുകയല്ല ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ആലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇൽമ പഠിക്കുന്നത്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, ആലിമിന്റെ മരണം ലോകത്തിന്റെ മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സ്ഥാനത്തേക്ക് എല്ലാ നിലക്കും അതിന് അർഹമായ ഒരു പ്രതിനിധി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആവിർഭാവം നമുക്കറിയാം. അവിടെ നിന്നിങ്ങോട്ടുള്ള നമ്മുടെ നേതാക്കളുടെ ജീവിത വിശുദ്ധി നമുക്കറിയാം. ജീവിത വിശുദ്ധി 90 വർഷം ഇവിടെ നമ്മൾ കൊണ്ടാടി. മഹാനായ സൈനുൽ ഉലമ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കതിന് നേതൃത്വം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ വന്യവയോധികനായ പണ്ഡിതൻ നമുക്കെല്ലാ നിലക്കും നേതൃത്വം നൽകിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഹസനാത്തും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ എല്ലാവരെയും അല്ലാഹു അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സിന് ആശംസ അറിയിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആദരപൂർവ്വം അധ്യക്ഷനെ വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ വേദിയിൽ ഉള്ള ബഹുമാന്യ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹസ്രമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളൊക്കെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏത് വിഷയത്തിലും നമ്മുടെ ഉപദേശകനും നേതാവും ഒക്കെയായി കണക്കാക്കിയിരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ മരണത്തിന് ശേഷം, വിടവാങ്ങലിന് ശേഷം ആ മഹാനവറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭാവി തലമുറക്ക് അദ്ദേഹം കാണിച്ച മാതൃക പകർന്നു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. വലിയ മഹത്തായ ഒരു മാതൃക കാണിച്ചുകൊണ്ട് സമൂഹത്തിനെ ആ വഴിക്ക് പോകാൻ വേണ്ടി സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു നമ്മുടെ ഉസ്താദ് അവർകൾ. ഇത്ര വലിയ ഒരു സമൂഹത്തിന്, വലിയ ഒരു അനുയായി വൃന്ദത്തിന്, അനുയായികൾക്ക് വലിയ നിലയിലുള്ള ജനപിന്തുണയുള്ള ഒരു മതപണ്ഡിതൻ ആയിട്ട് പോലും വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കോഴിക്കോട്ട് മേൽക്കുട്ടി ഉസ്താദും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിവിധ
രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ വിവിധ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ലാളിത്യം, ലളിത ജീവിതം എടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. എന്റെ ജീവിതമാണ് എന്റെ മാതൃക എന്ന് പറയാൻ അർഹത ഉള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുശ്ശേരി ഉസ്താദ് എന്നുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. അത് നമുക്കൊക്കെ പാഠമാവട്ടെ എന്നാണ് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥന. അദ്ദേഹത്തിന്റെ ജീവിതം, സ്വന്തം ജീവിതം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഭാവി തലമുറക്ക് മുഴുവൻ അതൊരു മാതൃകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സുസംഘടിതമായ സംഘടന, അതിന്റെ ശക്തിയും അതിന്റെ ജനപിന്തുണയും അതിന്റെ അച്ചടക്കവും അതിന്റെ മതബോധവും ഒക്കെ അടുത്ത സമയത്ത് ആലപ്പുഴയിൽ നടന്ന മഹാസമ്മേളനം ഏവരെയും അങ്ങേയറ്റം ആകർഷിക്കുകയും ഈ സംഘടനയെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ പോലും ഇത്രയധികം ആളുകൾ ഈ ആലപ്പുഴയിൽ വന്നുപോയിട്ട് എന്തൊരച്ചടക്കമായിരുന്നു എന്ന് എടുത്തു പറയുകയൊക്കെ ചെയ്ത ആ മഹാസമ്മേളനം, സാഗരം പോലത്തെ സമ്മേളനം, അത് തന്നെ സമസ്ത എന്ന കേരള ജമിയത്തുൽ ഉലമ സംഘടനയുടെ ബൃഹത്തായ ബഹുജന അടിത്തറക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ സംഘടനക്കാണ് ഇവിടെ നമ്മുടെ ഉസ്താദ് നേതൃത്വം കൊടുത്തിരുന്നത്. അതിന്റെ ശക്തിപ്രവാഹം കൊണ്ട് കേരളത്തിൽ മതബോധമുണ്ടായി, സാമുദായിക സൗഹാർദ്ദമുണ്ടായി. ഈ പറഞ്ഞ വലിയ ജനസഞ്ചയം വന്നാലും അത് ഒരേലനക്കം പോലുമില്ലാത്ത അച്ചടക്കം അത് കാഴ്ചവെച്ചത്, അത് സമൂഹത്തിന് മൊത്തത്തിൽ അച്ചടക്കമുണ്ടായി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരുവിധ സ്പർദ്ധയും ഇല്ലാത്ത ഒരു പൊതുസമൂഹ ബന്ധമുണ്ടായി. എല്ലാം കൊണ്ടും വലിയ മാതൃക നമുക്കുണ്ടായി. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പൊതുവെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് അനവധി പണ്ഡിതന്മാരാണ്. ബഹുമാന്യനായ ശംസുൽ ഉലമയെ ഇവിടെ അനുസ്മരിച്ചു, തങ്ങളിവിടെ പറഞ്ഞതുപോലെ. അതിനുശേഷം ഇപ്പോ അതിന് നേതൃത്വം കൊടുത്ത് ചെറുശ്ശേരി ഉസ്താദാണ്. നമുക്കറിയാവുന്നതുപോലെ ബാപ്പുക് തങ്ങളും പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും ഇന്നിപ്പോ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഒക്കെ ആ കണ്ണിയിൽ മറ്റൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. ഇതിന്റെ മുഴുവൻ ഗുണം ഈ സംസ്ഥാനത്ത് പൊതുവിൽ സമുദായത്തിനും സമൂഹത്തിനും മൊത്തത്തിലുമാണ്. അള്ളാഹു അതെന്നും നിലനിർത്തിത്തരട്ടെ. ചെറുശ്ശേരി ഉസ്താദ് അവർക്ക് അനവധി പ്രാർത്ഥനകളിൽ അദ്ദേഹം ഒന്നിരുമിച്ച് നമ്മളൊക്കെ പങ്കുചേർന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ചെയ്ത അനവധി സുഹൃതങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതിഫലമായി നാളെ എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് സംസാരിക്കും. തുടർന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നടന്ന് ദർശനത്തിന്റെ ശിഷ്യനായി നീണ്ടകാലം ചെറുസ്വസ്ഥമായി അടുത്ത പരിചയമുള്ള കെ സി മുഹമ്മദ് ബാക്കവി അനുസ്മരണ പ്രഭാഷണം നടത്തും എന്നറിയിക്കുന്നു. ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم. അഭിവന്യരായ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റ് ജനപ്രതിനിധികൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
സെക്രട്ടറി ജനറൽ ഉസ്താദ് സൈനുദ്ദീൻ സിയാർ അവറുകൾ നമ്മിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉഹ്റവിയായ ജീവിതം അള്ളാഹു ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. തന്റെ വഫാത്തിന് ശേഷം ഈ വലിയ ജനാവലി ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള സ്നേഹ ആദരവുകൾ, ബഹുമാനങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. ദുനിയാവിലുള്ള മനുഷ്യന്മാർ അവര് ലോകാവസാനം വരെ ജീവിക്കുന്നവരല്ല. ഇന്നീ ജായിദുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫനെ നിശ്ചയിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും തന്റെ സന്താനങ്ങളെ സംബന്ധിച്ചുമായിരുന്നു അത്. ഖലീഫ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പകരം വേറൊരാൾ വരിക. ആദം നബി കുറെ കാലം ജീവിക്കും, പിന്നെ അദ്ദേഹത്തിന്റെ മക്കളും മക്കളെ മക്കളും ഉണ്ടാകും. ഒരുപാട് അമ്പിയാക്കന്മാർ വരും, ആ അമ്പിയാക്കന്മാർ കഴിഞ്ഞു പോകും, പിന്നെ വേറെ കുറെ ആൾക്കാർ വരും. ഇപ്പോ ഖിയാമത്ത് വരെയുള്ള ജനങ്ങൾക്ക് നേർമാർഗം പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു നമ്മുടെ ഉലമാക്കന്മാരുടെ ബാധ്യത. ഈ ബാധ്യത നേരത്തെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് അല്ലാഹു തആല പരിശുദ്ധ കിതാബുകളെ ഏൽപ്പിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് അദ്ദേഹത്തിന് ലഭിച്ചത്. ദാവൂദ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയവർ, അവർക്കൊക്കെ അല്ലാഹു ഗ്രന്ഥം നൽകി. ആയിരക്കണക്കിനുള്ള പ്രവാചകന്മാർക്ക് നൽകിയ കിതാബ് തന്നെയാണ് തൗറാത്ത്. യഹ്കുമു ബിഹൻ നബിയ്യൂൻ, അമ്പിയാക്കന്മാർ അതുകൊണ്ട് വിധി നൽകുന്നു എന്നാണ്. ഒരു കിതാബ് തൗറാത്തിനെ പറ്റിയ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ, യഹ്യാ നബിയോട് ഈ കിതാബ് വളരെ ശക്തിയായി നിങ്ങൾ മുറുകി പിടിക്കണം എന്നാണ് അല്ലാഹു തആല തൗറാത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അത് സ്വീകരിക്കാനും അത് നോക്കാനും അമ്പിയാക്കന്മാരില്ല. പക്ഷേ അമ്പിയാക്കന്മാർക്ക് തുല്യരായ ഉലമാക്കന്മാരെയാണ് അല്ലാഹു നിശ്ചയിച്ചത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അതിൽ നിന്നുള്ള ഒരു കനപ്പെട്ട ഒരു ശക്തനായ ഒരാളാണ് അടുത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജകൾ ഉയർത്തുമാറാവട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞു. തലക്കങ്ങ് തുടങ്ങി ഇതിങ്ങനെ ചെറുതായി ചെറുതായി വരില്ല, വേടക്കോരോന്ന് കനപ്പെട്ടതും വരും. ആലിമീങ്ങളുടെ പരമ്പരയിൽ ഇതിനു മുമ്പ് ശംസുൽ ഉലമ കഴിഞ്ഞുപോയി, കണ്ണിയത്ത് ഉസ്താദ് കഴിഞ്ഞുപോയി, കുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിബഹു, അല്ലാഹു അവർക്കൊക്കെ ദറജകൾ ഉയർത്തിക്കൊടുക്കുകയും അവരുടെ സ്വർഗീയ ജീവിതം സുഖകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവും. ചെറുതായി ചെറുതായി ബഹുമാനപ്പെട്ട അബുൽ മാലി തങ്ങളവറുകൾ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയുമായി ഒരു വിജനമായ സ്ഥലത്ത് കൂടിയാ പോകുന്നത്. ജനാസ കൊണ്ടുപോകുന്നത് കബറടക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ ചെയ്തതുപോലുള്ള അനുസ്മരണ സംഭാഷണം അവിടെ നടന്നു. പരിപാടി നടക്കുകയാണ്, ശക്തമായ പരിപാടി. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹത്തായ യോഗത്തെ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ മാലി തങ്ങൾ അവരുടെ ജനാസ മലഞ്ചെരുവിൽ കൂടി കൊണ്ടുപോവുക. ആ സമയത്താണ് അവിടുന്ന് ഒരനുശോചനം കേൾക്കുന്നത്. ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതിനുശേഷം എന്റെ സംസാരം തുടരും. തങ്ങൾക്ക് ഒരുപാട് ധൃതി കുറേ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തങ്ങളുടെ തിരക്ക്, തങ്ങളുടെ പ്രയാസങ്ങൾ പരിഗണിച്ച് എന്റെ സംസാരം ഞാൻ ഒന്നുകൂടി നീട്ടിവെക്കും. തങ്ങളെ ആദരപൂർവ്വം ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഭാരവാഹികൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. മുസ്ലിം കേരളയുടെ ആത്മീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സൈനുൽ ഉലമയുടെ അനുസ്മരണ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الذي أنعم علينا وهدانا إلى دين الإسلام. حمدا يوافينا وما يكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما صليت على نفسك ولك الحمد حتى ترضى. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب ويحسن الخواتم ويستصل الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل ما علم لك. أوصل اللهم صواب ما قرأنا من القرآن العظيم. هذه هدية واصلة ورحمة ناصرة وبركة شاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى أرواح آباء الطاهرين والأنبياء والمرسلين وإلى أرواح البدريين الهديين والهنينيين المتقين الصالحين قرابة كلهم أجمعين وإلى حضرة نبيناهم هذا خاصة وإلى حضرة جميع المسلمين عامة. اللهم اجعل ثواب ذلك بدعا لنا ولهم من النار. اللهم اجعل ثواب ذلك ابقاك لنا ولهم من النار. اللهم اجعل قبورنا قبور روضة من رياض الجنة
ولا تجعل قبورنا قبور كثيرا اللهم اجمع بيننا وبينه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار اللهم اجعلنا من عبادك الصالحين اللهم اجعل آخر كلامنا عند الموت ولا لا إله إلا الله اللهم لا تواصلنا بسوء أعمالنا ولا تسلط علينا من لا يرحمنا وكف أيدي الكافرين والمنافقين والظالمين أن يقبل إلا الطرف نجنا مما نخاف اللهم يا غني يا حميد يا مغيث يا مبي يا رحيم يا ودود أعيننا بهلالك عن حرامك بطاعتك عن معصيتك وبفضلك من سواك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 برحمتك يا الراحمين صلى الله رب العالمين السلام عليكم ورحمة الله. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാദരണീയരായ ഉസ്താദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, നമ്മുടെ മഹാനായ മർഹൂം സൈനുൽ ഉലമയുടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ നാട്ടിലെ പ്രഗത്ഭരായ സുഹൃത്തുക്കളെ, ഡോക്ടർമാർ, നമ്മുടെ MLA, അതേപോലെ തന്നെ ഇവിടുത്തെ പല പ്രതിനിധികൾ, സഹോദരന്മാരെ, സംസ്കാര ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും എല്ലാം സംഘാടകരെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മഹാനായ നമ്മുടെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, മറ്റ് സുഹൃത്തുക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞു. മഹാനവർഗെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അദ്ദേഹത്തിന് പകരമായി നമുക്ക് പെട്ടെന്ന് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഒരു നല്ല പകരക്കാരെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ അദ്ദേഹം രോഗം പിടിപെട്ടു. അതിന് തലേ ദിവസം മഹാനവളുടെ, അദ്ദേഹത്തിന്റെ മകൻ, കുട്ടികളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ആ പരിപാടിയിൽ തലേ ദിവസം ഞാനും നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ മറ്റു ഹാഫിസുകാരെല്ലാം കൂടി ആ പരിപാടി നിർവഹിക്കുകയുണ്ടായി. പിറ്റേ ദിവസം മഹാനവകൾ ദാറുഹുദയിൽ പോയി ക്ലാസ് എടുത്തു. അപ്പോഴും ഇവിടെ നടന്ന പരിപാടി ആ കുട്ടികളോട് പറയുകയുണ്ടായി. അങ്ങനെ ഏതൊരു ക്ലാസ്സിലും അദ്ദേഹം പല ആളുകളെ സംബന്ധിച്ചും അദ്ദേഹം സ്ഥലത്തുപോയ പരിപാടിയെ സംബന്ധിച്ചുമെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാനുണ്ടായിരുന്നു.
അത് അദ്ദേഹത്തിന്റെ മഹാനവരുടെ പതിവാണ്. അങ്ങനെ മഹാനായ നമ്മുടെ ഈ കുമ്പവഴിയിൽ തന്നെ ദർശനം മറ്റു കാര്യങ്ങളുമായിക്കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന മർഹൂം ഇമാം ബഷീർ മുസ്ലിയാർ അദ്ദേഹമായിരുന്നു നമ്മുടെ ദാറുൽ ഹുദയുടെ പ്രിൻസിപ്പാളായിക്കൊണ്ട് അവിടെ അതിനുവേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന്റെ വേർപാടോടുകൂടിയാണ് നമ്മുടെ മഹാനായ ഉസ്താദ് അവർ ആ ദാറുൽ ഹുദയുടെ ആ പ്രിൻസിപ്പൽ സ്ഥാനം ചാർജ് എടുത്തത്. അതും നമുക്കൊരു വലിയ അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സെക്രട്ടറി പദവി മഹാനായ ശംസുൽ ഉലമയ്ക്ക് ശേഷം ആവശ്യമായ ഒരു സന്ദർഭം വരികയുണ്ടായി. അപ്പോൾ ശംസുൽ ഉലമ മഹാനവറുകൾ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിക്കൊണ്ട് അവരുടെ ജീവിതകാലത്ത് തന്നെ മഹാനായ നമ്മുടെ തിരുസൈ ഉസ്താദിനെ സൂചിപ്പിക്കുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് അവിടുത്തെ വാർവാടോടുകൂടി സമസ്തയുടെ സാരഥിയായി മാറിക്കഴിഞ്ഞത്. അപ്പോൾ വളരെയധികം ഈ സമസ്ത കേരളത്ത് ജമിയത്തുൽ ഉലമ ഒരു വലിയ നേട്ടവും വികാസവുമെല്ലാം ഉണ്ടാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ചെമ്മാട് ദർസ് നടത്തിയിരുന്നു. അവിടെയും ധാരാളം മഹാന്മാരായ വലിയ വലിയ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതോടുകൂടി ദാറുൽ ഹുദയിലേക്ക് വന്നപ്പോൾ പിന്നെ അവിടുത്തെ ശിഷ്യന്മാരുടെ കണക്കൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എവിടെ പോവുകയാണെങ്കിലും മഹാനവറുടെ കൂടെ ഒരു ശിഷ്യൻ ഉണ്ടാവുക പതിവായി. മഹാനവറുകൾക്കല്പം ഹാർട്ട് സംബന്ധമായ രോഗം മുമ്പുമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ദൂരത്തേക്ക് ട്രെയിനിൽ തീവണ്ടിയിലായിരുന്നു യാത്ര ചെയ്യുന്നത്. അപ്പോഴും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും രോഗമൊന്നും ആരോടും പറയാതെ എല്ലാ പരിപാടികളും സംബന്ധിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. മാത്രമല്ല ധാരാളം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമായി. അവസാനം വരെ ദർസ് നടത്തിയ ആ രോഗം പിടിപെട്ട ആ സന്ദർഭത്തിൽ ക്ലാസ് നടത്തുകയായിരുന്നു, ദർസ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞ് മഹാനവറുകളോട് സംസാരിക്കുവാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട് മനസ്സിലാക്കുകയും എപ്പോഴും ക്ലാസ്സാണ്. അവസാനമായി ജീവിതത്തിൽ അന്ത്യം വരെ ആ ദർശന ഒരു മുടക്കവും പറ്റാതെ ദർശനം നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനവർ. അതേപോലെ തന്നെ ഫിഖഹിലും മറ്റും സ്ഥലങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം നൈപുണ്യം നേടിയ ഒരു വ്യക്തിത്വമാണ്. എത്രയോ ആളുകൾ നമ്മുടെ ദാറുൽ ഹുദയിലേക്ക് സമയങ്ങളിൽ മസാല അറിയുവാനും അതേപോലെ തന്നെ മറ്റ് പല മഹല്ലിൽ നിന്നും പല കാര്യത്തിൽ നിന്നും അദ്ദേഹത്തിന് തേടി എത്തുകയായിരുന്നു. എന്ത് പ്രയാസങ്ങളുള്ള ഉണ്ടാമുണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും നിഷ്പ്രയാസം ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ മഹാനവർക്ക് സാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടുത്തെ ശിഷ്യന്മാരോട് ചങ്ങായിമാരെ പോലെയായിരുന്നു അദ്ദേഹം പെരുമാറിയത്. അങ്ങനെ ചിരിച്ചു കളിച്ച് പല കാര്യങ്ങളും ദർശനും മറ്റും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാറുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാത്തവരാരും ഉണ്ടാവുകയില്ല. അദ്ദേഹം ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ നാം പകർത്തുന്ന സബ്ജക്റ്റ് മുഴുവനും വളരെ നല്ല രീതിയിലൂടെ, വളരെ പെട്ടെന്നല്ല, മെല്ലെ മെല്ലെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവസാനം വരെ അദ്ദേഹം അത് അവതരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമായി. അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങളെല്ലാം തന്നെ ഇന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ പുസ്തകമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും.
ഇൻഷാ അല്ലാഹ് അതിനും നമുക്കിവിടെ പരിപാടി ഇടേണ്ടതുണ്ട് എന്ന് സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ധാരാളം വലിയ വലിയ പണ്ഡിതോചിതമായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ ആ നാടൻ ശൈലിയും നമുക്കെപ്പോഴും ചിരിക്കുവാനും അതേപോലെ തന്നെ കരയുവാനും സാധിക്കുന്ന പലതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അവിടുത്തെ പ്രസംഗം അല്ല, അവിടുത്തെ ദുആ പെട്ടെന്ന് ചെറിയൊരു ദുആ അല്ല, കുറെ നേരം ദുആയിരുന്നു കൊണ്ടായിരുന്നു എല്ലാ ദുആകളും മഹാനവറുകൾ നടത്തിയിരുന്നത്. സ്റ്റേജിലുള്ള ദുആ മാത്രമല്ല, അദ്ദേഹം സ്വന്തമായിക്കൊണ്ട് തന്നെ ദുആർക്കുകയാണെങ്കിൽ കുറച്ചു നേരം ദുആയിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു ആദ്യവും അതേപോലെ തന്നെ ആര്യവുമായിരുന്നു. മറ്റൊരു കാര്യത്തിലും മടിയില്ലാത്ത സ്വന്തം കുടുംബത്തെയും വീട്ടുകാരെയും എല്ലാം തന്നെ സഹായിക്കുവാൻ എന്നും അദ്ദേഹം തയ്യാറായി. ഒരു പീടികയിൽ പോയിക്കൊണ്ട് എത്രയോ ഞാൻ ഇതിലേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ അങ്ങാടിയിൽ പല സാധനങ്ങളും വാങ്ങുവാൻ വേണ്ടി പോകുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അതേപോലെ തന്നെ കോഴിക്കോട് സമസ്തന്റെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെയും അദ്ദേഹം ചിലപ്പോൾ കാണാനില്ല. അപ്പോൾ എവിടെയാണ്, എന്തോ സാധനം വാങ്ങാൻ പോയി വരാം. അങ്ങനെയുള്ള ഒരു എളിയ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്രയും വലിയൊരു പണ്ഡിത തേജസ്സായിരുന്നു മഹാനവറുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ വിജ്ഞാനം, അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം വളരെയധികം നിറകുടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗണ്യത്തിന്റെയും അതുപോലെ തന്നെ സംശയങ്ങളുടെയും എല്ലാം തന്നെ ആ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എന്നും നീങ്ങിയിരുന്നത് പരമ്പരാഗതമായിക്കൊണ്ട്. അദ്ദേഹം ഒരു വലിയ ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ. പക്ഷെ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാനോ അത് മറ്റു കാര്യങ്ങളൊക്കെ ഒരു പ്രയാസമില്ല. അയാൾ ചെന്നാൽ വളരെയധികം സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിലൂടെ നമുക്ക് ഉത്തരം പറയുന്ന ഒരു പ്രകൃതമായിരുന്നു മഹാനവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അധികമായൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മൾ മേജിൻകുട്ടി ഡോക്ടർ ഫോണിൽ ആ കാര്യത്തെ സംബന്ധിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ബേബി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എപ്പോഴും ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവിടെ പല തവണ പോകാറുമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം നമുക്ക് പ്രതീക്ഷയായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ആ അലംഘനീയമായ ഒരിക്കലും തന്നെ അതിനാർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹു മഹാനവറുകളോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മയും നല്ല അള്ളാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. എല്ലാ പാപങ്ങളെയും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഒരു പരിപാടിയുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂരിലായിരിക്കും, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്താനും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയതാണ്. നിങ്ങളെ കാണാനും ഇവിടെ വരാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മൊബൈൽ ഫോൺ വീട് കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥത മൈക്രോണുമായി ബന്ധപ്പെടുന്നു. അദ്ദേഹമാരായ ഷെയ്ഖുന താലിബ് ഉസ്താദിന്റെ പ്രഭാഷണം തുടരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളെ പാപ്പ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനാണ് നമ്മൾ ക്ഷണിച്ചത്. അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ ആളുകൾ ഒന്നിനു പുറകെ വേറൊന്നായി വരും. പക്ഷേ കഴിഞ്ഞതിന്റെ അത്ര നിലവാരമില്ലാത്തതാണ് പലപ്പോഴും വന്നു ചേരാറുള്ളത്. പണ്ഡിറ്റ് ഉസ്താദ് ശംസുൽ ഉലമ, അതിനു മുമ്പ് ബഹുമാനപ്പെട്ട നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ബഹുമാനപ്പെട്ട വലിയൊരു പണ്ഡിതൻ വഫാത്തായ സന്ദർഭം അദ്ദേഹത്തിന്റെ ജനാസയുമായി വിജനമായ ഒരു സ്ഥലത്തിലൂടെ, കാടുപോലെയുള്ള ഒരു സ്ഥലത്തൂടി നടന്നു പോകുമ്പോൾ അവിടെ നിന്നാണ് ആദ്യം അദ്ദേഹത്തിന്റെ അനുശോചനം കേൾക്കുന്നത്. അയസ്മിറു ഷജറു അഹ്ലിൽ തുറ വഖദ് മാതൽ ഇമാമു അബുൽ മാലി.
പാണ്ഡ്യത്തിന്റെ വൃക്ഷം ഇനി പഴം നൽകുമോ? ജനങ്ങൾക്ക് മുഴുവനും ഇൽമ നൽകുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായ ഒരു പഴം ലഭിക്കുന്നതിന് തുല്യമായിട്ടാണ് അവിടെ പറഞ്ഞത്. വഖദ് മാത്തൽ ഇമാമു അബുൽ മാലി, ബഹുമാനപ്പെട്ട അബുൽ മാലി തങ്ങൾ അവർ സുപ്രസിദ്ധനായ പണ്ഡിതൻ വഫാത്തായിപ്പോയല്ലോ എന്നാണ്. ആരാണിപ്പോൾ ചെല്ലണു? ഈ പദ്യം ചൊല്ലിയത് ആരാണെന്ന് 4 ഭാഗം തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പോഴാണ് ഇതിന്റെ ബന്ധപ്പെട്ട ഒരാൾ അത് ഇന്നാലിന്ന മൂപ്പരുടെ ശിഷ്യനാണ് പറഞ്ഞത്. നോക്കുമ്പോ ശിഷ്യൻ അത് നമുക്ക് കാണാൻ പലപ്പോഴും കഴിയാത്ത ജിന്നു വർഗത്തിൽപ്പെട്ടത് ശിഷ്യനായിരുന്നു. ആ നിലക്ക് പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. ഒന്ന് കഴിയുമ്പോ ഇനി ഏതാണ് എന്നതിനെപ്പറ്റി ആലോചിക്കും. നെടുമ്പന പോയാ പിന്നെ കുറുമ്പന നടുമ്പനാന. ശംസുലുലമ വഫാത്തായ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ശംസുലുലമനെ എനിക്ക് കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ അതിന്റെ ശേഷം വന്നത് അതിന് തുല്യമായ ഒരാളായിരുന്നു. ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് തന്നെ, നെടുമ്പന പോകുമ്പോൾ കുറുമ്പന വരും. അതാണ് പിന്നത്തെ നെടുമ്പന. പണ്ഡിതന്മാരായ ആളുകളെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുന്നർത്ഥം. പ്രത്യേകിച്ച് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സംഘടന രൂപീകരിച്ചപ്പോ ഈ പതാക മഹദിമാമ് വരുമ്പോ മൂപ്പര കയ്യിൽ കൊടുക്കണമെന്നാ പറഞ്ഞു. അപ്പൊ അതുവരെ പണ്ഡിതന്മാരും സമ്മേളനങ്ങൾ നമ്മൾ ഒരു സമ്മേളനം നടത്തി അതിലേറെ വലിയ സമ്മേളനങ്ങളാണ്. വലിയ മഹാന്മാർ പോയാലും പിന്നീട് വരുന്നവർ അതൊക്കെ നേരത്തെ തുടങ്ങിവെച്ച പ്രവർത്തനത്തിന്റെ അനുബന്ധമാണ്, അതിന്റെ ഭാഗമാണ്. ഈ കണ്ട ജനാവലി ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ, മൂപ്പരമേലൊരു ദുആ നടത്താൻ പങ്കെടുത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് വേദന ഉണ്ട്, എല്ലാവർക്കും വേദന ഉണ്ടാവും. വലിയ പണ്ഡിതന്മാർക്ക് വളരെ വേദന ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവ് അബ്ബാസ് എന്നവർ മരിച്ചപ്പോ കരിയന്നെ കരച്ചിലില്ല, കണ്ണീരുന്നു. പലരും മൂപ്പരെ സമാധാനിപ്പിച്ചു നോക്കി, എന്നിട്ടൊന്നും അവർക്ക് സങ്കടം തീരുന്നില്ല. അപ്പോഴാണ് ഒരു കാട്ടറബി വന്ന് മൂപ്പര മുമ്പിൽ ഒരു പാട്ട് പാടിയത്, സമാധാനിപ്പിക്കുന്നതിന്റെ ഒരു ഉദാഹരണം. ഇസ്ബിർനകും ബികസാബിരീന വഇന്നമാ സബ്റുർ റഇയതി ബഅദ സബ്രിർ റാസി ഖൈറും മിനൽ അബ്ബാസി യദ്റുക ബഅദഹു അല്ലാഹു ഖൈറുൻ കലിൽ അബ്ബാസി. അബ്ബാസ് എന്നവർ വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ ദുഃഖം തീരാതെ കണ്ണുനീര് വറ്റാതിരിക്കുമ്പോ പലരും പറഞ്ഞിട്ട് സമാധാനം വരുന്നില്ല. ഒരു കാട്ടറബി വന്നുകാണ്ടൊരു നാടൻ പദ്യം, ഇസ്ബിർ, നിങ്ങൾ സബൂറാവണം. ഇബ്നു അബ്ബാസെ ഹിബ്റുൽ ഉമ്മ എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മഹാപണ്ഡിതൻ, ഇൽമിൽ വളരെ മേലുള്ള ആള്. പലപ്പോഴും അദ്ദേഹത്തെ സഹാബിമാർ ആദരിക്കാറുണ്ട്. പലപ്പോഴും സദസ്സിൽ ഈ മൂലക്ക വന്നിരിക്കും. വലിയ വലിയ മഹാന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായി ഇബ്നു അബ്ബാസിനെ കൊണ്ടേയിരിക്കുക ഒരു ഭാഗത്ത്. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആള്. അദ്ദേഹം ചോദിച്ചു, ഈ പ്രായമുള്ള മക്കളൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ, എന്തിനാ ഈ കുട്ടിനെ ഇവിടെ കൊടുത്തിരുത്തിക്കുന്നു മുന്നിലെ സഫില്? ഉമർ ഖത്താബ് ഒന്നും പറഞ്ഞില്ല. പിന്നെ ആ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മൂപ്പരൊരു ചോദ്യം, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താണ് എന്നാ ചോദ്യം. സഹാബിമാരിൽപ്പെട്ട പലരും പറഞ്ഞത് ഹുദൈബിയ സന്ധിയാണ്, ചിലർ പറഞ്ഞു ഫത്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത് മക്കം ഫത്ഹാണ്. പല അഭിപ്രായം പറഞ്ഞു. അവസാനം അതിനൊരു ജഡ്ജ്മെന്റ് വേണ്ടേ? ഇവന് ഈ കുട്ടിനോട് ചോദിച്ചു, മോനെ എന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പറഞ്ഞു, അജലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വഫാത്താൻ പോകുന്നു എന്നതാണ് ഇതിന്റെ സൂചന. അതാണ് ഈ പണ്ഡിതൻ. അയാൾക്കപ്പോ നൊയോളി നിൽക്കാത്തത്, കരച്ചിൽ തീരാത്തത് മൂപ്പർക്ക. ഹിബ്റുൽ ഉമ്മ റസൂലുള്ള പറഞ്ഞ സഹാബിമാരുടെ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ആ പ്രശ്നത്തിന് അവസാനത്തെ വാക്കി ചെറുപ്പക്കാരൻ കുട്ടിയ ഹിബ്റുൽ ഉമ്മ റസൂലുള്ള പറഞ്ഞ ആളാ. ചരിത്രം വേറെ പലരുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോ ഈ കാട്ടറിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് സബൂറാവണം. നകും ബിക സാബിരീന, നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് സബൂറാവാൻ. നിങ്ങൾ സബൂറായാൽ
അബ്ബാസ് എന്നവർ മരിച്ചപ്പോ ഇബ്നു അബ്ബാസ് സബൂറായ മാതിരി സബൂറായിക്കടോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയണ്ടേ? നിങ്ങൾ ഇങ്ങനെ വിളിച്ചാൽ പറ്റുമോ? കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? കണ്ണീരൊഴിപ്പിച്ചാൽ പറ്റുമോ? സബറുർ റായിയത്തി ബഅദ സബറിർ റാസി, നേതാക്കന്മാരായ ആളുകൾ സബൂർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞതോടുകൂടി ഒരു വാക്കും കൂടി ഖൈറുൻ മിനൽ അബ്ബാസി യദ്റുക ബഅദഹു വല്ലാഹു ഖൈറുൻ മിൻകലിൽ അബ്ബാസി. അബ്ബാസ് എന്നവർക്ക് ഏറ്റവും ഖൈറായത് അള്ളാഹുവിന്റെ സാമീപ്യമാണ്, അവിടേക്ക് പോകല. നിങ്ങൾക്ക് ഖൈറായത് ഇപ്പൊ സബൂർ ചെയ്യല. നിങ്ങൾക്കിപ്പോ മരിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ ഭരിക്കണം, അന്ന് മരണം വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സബൂറായി, നിങ്ങളെ കണ്ട് ഞങ്ങൾ സബൂറിന് മാതൃകയാക്കും. അബ്ബാസ് എന്നവർക്കാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെക്കാണ് ഖൈറ്, അള്ളാഹുവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾക്കാണെങ്കിൽ ഉത്തമമായിട്ടുള്ളത് ഇപ്പൊ സബൂർ ചെയ്യുവാണെന്നുള്ള വാക്ക്, അതിന്റെ അർത്ഥം കാട്ടറബിയുടെ അർത്ഥം ആലോചിച്ചിട്ടാണുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ لا حول ولا قوة. الله أكبر. അപ്പോ മഹാന്മാരായ ആളുകളുടെ മരണം അത് വലിയ ഒരു പാഠമാണ്. ഏതൊരാളുടെ മരണവും മൊത്തത്തിൽ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. എന്താണ് ആ മെസ്സേജ്? അത് ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂദു വഇദാ ഉദീത ബി അംരി ഖൗമിൻ മർറതൻ ഫഅലം ബി അന്നക ബഅദഹാ മഅ്സൂലു. ഇതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇദാ ഹമൽത ഇലൽ ഖുബൂരി, ഖബർസ്ഥാനിലേക്ക് ഒരു ജനാസയും വഹിച്ചുകൊണ്ട് നീ പോയാൽ ഫഅലം, നീ മനസ്സിലാക്കുക, ബിഅന്നക ബഅദഹാ മഹ്മൂലു, അടുത്ത് തന്നെ നിന്നെയും ഇതുപോലെ ചുമന്നു കൊണ്ടുപോകും ഖബർസ്ഥാനിലേക്ക് എന്നർത്ഥം. ഖബറിലേക്ക് അടുക്കാൻ പോകുന്നു എന്ന മെസ്സേജാണ് മരണം നടക്കുന്നത്. വഇദാ ഉദീത ബി അംരി ഖൗമിൻ മർറതൻ, ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തം, ഒരു പ്രസിഡന്റ്, ഒരു മന്ത്രി, അതുപോലുള്ള ഏത് പദവികൾ നിനക്ക് നൽകപ്പെട്ടാലും ആ പദവികളിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടും എന്നതാണ്. അവരെല്ലാവരും മരിക്കാനുള്ള ഒരു പാഠം നമുക്ക് വലിയ ആളുകളെ കണ്ടുകൊണ്ടുള്ളതാകുമ്പോൾ അത് വലിയ പാഠമാണ്. എല്ലാവരും മരിക്കാൻ തയ്യാറാവേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഉഖറവിയ ജീവിതം ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ, ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പിന്നിൽ നടന്നു പോകുന്ന നമ്മൾക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. എന്റെ പകരക്കാരനായി നല്ല സാലിഹായ പ്രഗൽഭനായ ഒരാളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.